എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള പ്രേമത്തെക്കുറിച്ചാണ്. നമ്മൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിലെ ആൾക്കാരോട് ചോദിച്ചാലും അവർ പറയും തൻ്റെ മക്കൾക്ക് മാതൃഭാഷ പഠിച്ചാൽ മതി, മറ്റേത് ഭാഷയെക്കാട്ടിലും പ്രാധാന്യം എന്നുള്ളത്. പക്ഷേ എങ്കിൽ മറിച്ച് നമ്മുടെ കേരളത്തിലെത്തുകയാണെങ്കിലോ അത് നേരെ തിരിച്ചാണ്. മാതൃഭാഷ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മക്കൾ ഇംഗ്ലീഷും മറ്റ് പുറം ഭാഷകൾ പഠിച്ചിരിക്കണമെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി. അതുതന്നെ വലിയൊരു തെറ്റായ ചിന്താഗതി തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ചേർക്കുന്നതാണ്. ശരിക്കും അതൊരു തെറ്റായ കാര്യമല്ല, പക്ഷേങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ മലയാളി കുട്ടികൾ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാതെ മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ 5ഉം 10ഉം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയെ ഒരു മൂലക്കിട്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ CBSE സ്കൂളുകളിലോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാതാപിതാക്കളും അങ്ങോട്ട് CBSE സ്കൂളിൽ തന്നെ കുട്ടികളെ അയക്കുന്നത്. മാതൃഭാഷ പഠിക്കാതെ മറ്റ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷേങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യം വളരെ കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞോ നമുക്ക് മറ്റേത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ മാതൃഭാഷയായ മലയാളം ഞാൻ നല്ലവണ്ണം പഠിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റേത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുമെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ മാതൃഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷയെ കുറ്റം പറയുകയില്ല. അത് പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് വളരെയധികം ഉപകാരം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിനുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ ലഭിക്കാൻ ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ പുറം രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴും നമുക്ക് ഉപകാരപ്രദമായ ഒരു ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ്. പക്ഷേങ്കിൽ അത് ഒരു അഹങ്കാരമായി എടുത്ത് നമ്മുടെ നാട്ടിൻ പുറത്തെ ആൾക്കാരോടും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിച്ച് വലിയ ആളാണെന്നുള്ള ചിന്താഗതി വളരെയധികം തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിലെ കുട്ടികൾ റെയിൻ റെയിൻ ഗോ അവേ എന്ന് പാടുന്നതിൽ അർത്ഥമുണ്ട്. കാരണം അവർ ഇതുവരെ സൂര്യരശ്മികൾ അനുഭവിക്കാത്ത അവർ പാടുന്നതിൽ അതിന് അർത്ഥമുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിലിരിക്കുന്ന തടാകങ്ങളുമൊക്കെ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ പാടേണ്ടത് റെയിൻ റെയിൻ ഗോ അവേ എന്നാണോ? അവർ പാടേണ്ടത് മേഘങ്ങളെ ഇങ്ങോട്ട് പോകുന്നു നീ, നമുക്ക് രണ്ടിറ്റ് വെള്ളം തരുക എന്നല്ലേ അവർ പാടേണ്ടത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ കഴിയുന്നത്. നമ്മൾ മാതൃഭാഷയെ സ്നേഹിച്ചില്ല എങ്കിൽ നമ്മുടെ പെറ്റമ്മയെ സ്നേഹിക്കാത്ത അത്ര കാര്യമായിരിക്കും നമ്മൾ മാതൃഭാഷയെ സ്നേഹിച്ചില്ല എങ്കിൽ. അപ്പോൾ ആ ഒരു തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മാതൃഭാഷ പഠിക്കാതിരിക്കുമ്പോൾ മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ കുട്ടികൾ നമ്മളോടുള്ളപ്പോൾ അന്യരല്ലേ എന്നാണ് ഒരു വലിയ സിനിമാ നടൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെയധികം സത്യം തന്നെയാണ്. കാരണം സ്വന്തം മാതൃഭാഷ പഠിക്കാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരൊരു അന്യൻ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം അറിയിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിൽ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമായി പറയുന്നുമുണ്ട്. അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാതൃഭാഷയുടെ പ്രശസ്തിയും മാതൃഭാഷ നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മാതൃഭാഷയെ കഴിഞ്ഞിട്ടായിരിക്കരുത് ഇംഗ്ലീഷും പോലുള്ള ഭാഷകൾ. മറ്റുള്ള ഭാഷകൾ നമുക്ക് പഠിക്കാം, പക്ഷേ എങ്കിൽ മാതൃഭാഷയ്ക്കായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം.
നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകൾ വെറും തിളക്കമുള്ള മുത്തുകൾ മാത്രമാണ്. പക്ഷേങ്കിൽ സ്വന്തം ഭാഷയാണ് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.